ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക, വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം, വക്രഗതിയിൽ ശനിയുടെ സഞ്ചാരം നടക്കാൻ പോവുകയാണ്. ജൂലൈ 7 മുതൽ ഡിസംബർ 11 വരെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് 9 നക്ഷത്ര ജാതകർക്ക്, 3 രാശിയിൽ വരുന്ന 9 നക്ഷത്ര ജാതകർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കും. ശനിദോഷങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. ജൂലൈ മാസത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്ര ജാതകരുടെ ശനിദോഷങ്ങൾ മാറുകയും നഷ്ടപ്പെട്ടു പോയ ധനം, തൊഴിൽ, പദവി എന്നിവ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ നാളുകളായിരുന്നു ഈ 9 നക്ഷത്രക്കാർക്കും. വ്യവഹാരം, കേസ്, കോടതി വഴിയുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള കലഹം എന്നിവയെല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്ന സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആയതിനാൽ തന്നെ ഈ സമയം ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. കൂടാതെ ഈ ഒരു സമയം നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. ശനി ശുഭനാണോ, നീചനാണോ, ദശാകാലവും അപഹാരവും എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ ഫലങ്ങൾ പൂർണ്ണതയിൽ അനുഭവത്തിൽ വരുന്നതാണ്. ശനി എന്ന് പറയുന്നത് കർമ്മകാരകനാണ്. ആയതുകൊണ്ട് തന്നെ തൊഴിൽ, സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ശനിയുടെ പുറകോട്ടുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ടാകും. ശനി ആയുർകാരകൻ കൂടിയാണ്. രോഗാവസ്ഥയ്ക്ക് നല്ല കുറവുണ്ടാകും. മനസ്സുഖം, സന്തോഷം എന്നിവ വന്നു ചേരുന്നൊരു സമയം കൂടിയായിരിക്കും. നിലവിൽ ശനി മീനം രാശിയിൽ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. 2026 ജൂലൈ 7 മുതൽ നിലവിലെ രാശിയിൽ തന്നെ, അതായത് മീനം രാശിയിൽ തന്നെ ശനി പുറകോട്ട് സഞ്ചരിച്ചു തുടങ്ങും. അത് ഏകദേശം 2026 ഡിസംബർ 11 വരെ ഉണ്ടാകും. ഈ ഒരു സമയം ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകരുടെ സുവർണ കാലഘട്ടമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയം, ഒരു 5 മാസം, ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടൊരു സമയമാണ്. നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്രദമാക്കിയെടുക്കുക. ഈ സമയം ശനിപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും നവഗ്രഹ പൂജയും ഒക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. നവഗ്രഹങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളതും ശനിക്കാണ്. ഈ ശനിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ദേവത എന്ന് പറയുന്നത് ശ്രീ ധർമ്മശാസ്താവാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നാൽ വളരെ വലിയ ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർ, ജാതകവശാൽ അനുഭവിക്കുന്നവർ ആദ്യം ശനിയാഴ്ച തന്നെ ശാസ്താക്ഷേത്രത്തിൽ 9 നീരാഞ്ജനം ഒരുമിച്ച് കഴിപ്പിച്ച് കാണുക എന്നുള്ളതാണ്. എന്നതിന് ശേഷം ഓരോ മാസത്തിൽ ഓരോ നീരാഞ്ജനം വീതം കഴിപ്പിക്കുന്നതും ഗുണഫലങ്ങൾ ഉണ്ടാക്കും. ശനി അല്ലെങ്കിൽ ശനി തന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ ശനിയായിട്ട് തന്നെ തീർത്തു തരും എന്നുള്ളതാണ്. ജൂലൈ 7 ശനിയുടെ വക്രഗതി മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഈ മേടം രാശിക്കാർക്ക് 12ാം ഭാവത്തിലാണ് ശനി വരുന്നത്. 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. ആ വ്യയസ്ഥാനത്ത് ശനി ദോഷമായിട്ടാണ് ശനി നിൽക്കുന്നത്. കൂടാതെ 7ര ശനി അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മേടം രാശിക്കാർ. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നവരാണ് മേടം രാശിക്കാർ. രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ
കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നാഡീരോഗം, മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ അനുഭവത്തിലുണ്ട്. പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സം, ധനവ്യയം, ദാമ്പത്യ പ്രശ്നങ്ങൾ, അധിക ചിലവ് എന്നിവയും ഈ ഒരു സമയം അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. ശനി പുറകോട്ട് സഞ്ചാരം തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽ തടസ്സമെല്ലാം മാറിക്കിട്ടും. പുതിയ തൊഴിൽ പ്രവേശനം ഉണ്ടാകും. അതുവഴി തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. കുടുംബം, ദാമ്പത്യം എന്നീ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ ഗൃഹം മേടിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഗൃഹം നിർമ്മിക്കുവാനോ സാധിക്കുകയും ഗൃഹപ്രവേശം നടത്തുവാൻ സാധിക്കുകയും ചെയ്യും. അനുകൂലമായിട്ടുള്ള യാത്രകൾ, നേട്ടങ്ങൾ നൽകുന്ന യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കും എന്നുള്ള ഗുണഫലങ്ങളാണ് ഉണ്ടാക്കിത്തരുന്നത് ശനി. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുന രാശിക്കാർക്ക് ഈ ഒരു സമയം നിലവിൽ കണ്ടകശനി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. 10ാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ശനിയുടെ സ്വാധീനം ഉണ്ടാകുന്നത്. നിലവിൽ തൊഴിൽ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വരുന്നവരാണ് മിഥുനം രാശിക്കാർ. തൊഴിലോ ബിസിനസ്സോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ശരിയായിട്ട് നടത്തിയെടുക്കുവാൻ പറ്റാത്തൊരവസ്ഥ. വരവിനേക്കാൾ ചിലവ്, അതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് നിലവിൽ കണ്ടുവരുന്നത്. എന്നാൽ ശനി വക്രഗതിയിൽ വരുമ്പോൾ ഈ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ബിസിനസ്സിൽ പുരോഗതി പ്രാപിക്കും. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. നിങ്ങൾ നടത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സാധ്യമാക്കിയെടുക്കുവാൻ പറ്റും. രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. പ്രധാനമായും സന്ധിവേദന, നാഡീരോഗം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റമുണ്ടാകും. ശത്രുദോഷം മാറിപ്പോകും. പല വഴിയിലൂടെയും ധനങ്ങൾ, നേരായ പല വഴികളിലൂടെയും ധനം വന്നു ചേരും. ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ഇനി മിഥുനം രാശിക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ ഒരു 5 മാസക്കാലം. എല്ലാ കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതിൽ ഏതൊരു മാറ്റവും ഇല്ല. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാർക്ക് 8ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടമശനി അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങം രാശിക്കാർ. ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നെഗറ്റീവ് മാത്രം സംഭവിക്കുന്ന ഒരു സമയം. അതുകൂടാതെ തന്നെ വാഹനത്തിൽ നിന്നുള്ള അപകടം സംഭവിക്കുക, അഗ്നിയിൽ നിന്ന് അപകടം സംഭവിക്കുക എന്നിവയൊക്കെ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് നിലവിലുള്ളത്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ, വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, ജീവിതം അങ്ങ് ഇല്ലാതായി പോകുന്നൊരവസ്ഥ. അതോടൊപ്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസം എന്നിവയെല്ലാം കൂടി ഒരുമിച്ചങ്ങ് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എല്ലാം ഈ ഒരു സമയം ചിങ്ങം രാശിക്കാർ അനുഭവിച്ച് വരുന്നതാണ്. ജൂലൈ 7 ശനിയുടെ വക്രഗതി മൂലം ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുവാൻ പോവുകയാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. രോഗാവസ്ഥയിൽ ശമനം ഉണ്ടാകും. തൊഴിൽ പ്രവേശനം സാധ്യമാകും. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ചതിച്ചവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകും. നഷ്ടമായി പോയി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുവാനും ബാധ്യതകൾ തീർക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം മൂലം 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർക്ക് വരുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും
ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.